പ്രിയപ്പെട്ടവരെ, ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ കഷ്ടത്തിലായ ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട്. അതിലൊരാളെ നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ചുവള്ളൂരിലെ അശോകൻ. വർഷങ്ങളായി കിടപ്പിലാണ് അശോകൻ. ഈ കുടുംബത്തിന് ക്ഷേമ പെൻഷൻ വലിയ ആശ്വാസമായിരുന്നു. അയാളുടെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നും രണ്ടുമല്ല, 14 വർഷങ്ങളായി അശോകൻ ഈ ദുരിത ജീവിതം നയിക്കാൻ തുടങ്ങിയിട്ട്. ആശാരിപ്പണി ചെയ്ത് ജീവിതം പുലർത്തിയിരുന്ന ഈ മനുഷ്യൻ ജോലിക്കിടെ കാൽവഴുതി വീഴുകയായിരുന്നു. വീഴ്ചയിൽ നട്ടലിന് ക്ഷതമുണ്ടായി. ഊർജ്ജസ്വലതയോടെ പണിയെടുത്തിരുന്ന അശോകൻ അതോടെ രോഗശയ്യയിലായി. ദിനചര്യകൾക്ക് പോലും ആശ്രയം വേണ്ട സാഹചര്യം. ഞാൻ കാർപ്പൻ്ററായിരുന്നു. ഞാൻ പണിക്കിടയിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നതാണ്. 2010 ഓഗസ്റ്റ് 15 തീയതിയാണ് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നത്. അപ്പോൾ വീഴുന്ന സമയത്ത് തന്നെ ഭാര്യയും മക്കളൊക്കെ ഉപേക്ഷിച്ച് പോയി. അവർ ഒരു ദിവസം ആശുപത്രിയിൽ പോലും വന്ന് നോക്കാൻ വന്നിട്ടില്ലായിരുന്നു. 75 വയസ്സായ അശോകന്റെ മാതാവാണ് മകന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത്. ദിനചര്യകൾക്ക് പോലും അമ്മയാണ് തുണ. ഈ അമ്മയും മകനും മാത്രമാണ് വർഷങ്ങളുടെ പഴക്കമുള്ള ഏതു സമയവും നിലംപൊത്താവുന്ന ഈ വീട്ടിൽ താമസമുള്ളത്. നിലവിൽ പച്ചക്കറി വിറ്റാണ് ഉപജീവനം. ഞാൻ മാത്രമുണ്ട്, ദൈവമുണ്ട്. പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് പോയാൽ ചിലപ്പം വല്ലതും കിട്ടും മക്കളെ, ചിലപ്പോൾ ഒന്നും കിട്ടൂല. പെൻഷൻ പോലും കിട്ടണില്ല. കടവും ഉണ്ട്. അവന് ആഹാരം കൊടുക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? എല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കുന്നത്. അമ്മയുടെ പച്ചക്കറി കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ചിലവ് കഴിഞ്ഞു പോകണം എന്ന് മാത്രമേ പറയാമോ. ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഒത്തിരി ബുദ്ധിമുട്ടാണ്, ഒത്തിരി ബുദ്ധിമുട്ട്. ആദ്യം ആരെങ്കിലും വിളിച്ചാലെങ്കിലും വരുമായിരുന്നു. ഇപ്പം ആരും വിളിച്ചാൽ വരുമില്ല. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ചെറിയ സഹായമുണ്ടെങ്കിലും അതൊന്നും മതിയാകില്ല ഈ രണ്ടു മനുഷ്യർക്ക്. നമ്മളും രാവിലെയൊക്കെ ഇറങ്ങി ജോലിക്ക് പോകുമ്പോൾ നമുക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒന്നിനും നിവർത്തിയില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെയൊക്കെ പോണത് കൊണ്ട് വല്ലാത്തൊരു ദയനീയ അവസ്ഥ. നമുക്കും കൊടുക്കാനായിട്ടില്ല, അന്വേഷിക്കാൻ പാടില്ല. പെൻഷനായിരുന്നു ആകെയുള്ള ആശ്വാസം. അത് മുടങ്ങിയിട്ട് 6 മാസം. ചികിത്സയും നിത്യച്ചെലവുകളും ഇതോടെ പ്രതിസന്ധിയിലാണ്. പ്രതിഷേധങ്ങളോ പരാതികളോ ഇല്ലാതെ അമ്മയും ചേർത്ത് പിടിച്ച് ജീവിതം തള്ളി നീക്കുകയാണ് അശോകൻ. നന്ദകിഷോറിനും രാഹുലിനുമൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. ഈ അശോകനെ സഹായിക്കാൻ കഴിയുന്ന സുമനസ്സുകൾ സഹായിക്കുക.